എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി ആയിരിക്കും എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. കൂടെ പ്രീതിയും കാണും. അശ്വിന് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന പ്രീതിയോട് പറയുന്നുണ്ട്, ചേച്ചി അശ്വിന് കൊടുക്കണ്ട. ഇന്നലെ അശ്വിന് വയറിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായതാ. അതുകൊണ്ട് ഇന്ന് കഞ്ഞി കൊടുത്താൽ മതി. ഞാൻ അശ്വിന് വേണ്ടി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കഞ്ഞിയുമായിട്ട് ശ്രുതി വരുവാണ്. ഈ സമയത്ത് ഇതൊക്കെ കണ്ട് ആകെ ദേഷ്യത്തോടു കൂടി നിൽക്കുമായിരിക്കും ശ്യാം. എന്നാ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ കുഞ്ഞ പറ്റിയേ? വയറിന് എന്താ പറ്റിയേ? പറ്റാത്ത എന്തെങ്കിലും കഴിച്ചോ? ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ ഞാനൊരു ജ്യൂസ് കുടിച്ചിരുന്നു. അതാ തോന്നുന്നു പ്രശ്നമായത്. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ടാ ഇതൊക്കെ സംഭവിച്ചതെന്ന്? അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്നേഹത്തോടു കൂടി എല്ലാവരും മുൻപില് അഭിനയിക്കുകയാണ് അശ്വിൻ. എന്നാലേ ഇത് കുടിക്ക് എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ഇങ്ങനെ വായിൽ വെച്ചു കൊടുക്കാണ് ശ്രുതി. ഇത് കണ്ട് കലി പോണ്ടിരിക്കുകയായിരിക്കും ശ്യാം. ഈ സമയത്തായിരിക്കും അഞ്ജലി ശ്യാമിന് ഇഷ്ടപ്പെട്ട ഹൽവ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ഇന്നേ ഞാൻ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്യാമേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൽവയാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാദ്യം തന്നെ ശ്യാമേട്ടന് കൊടുക്കട്ടെ, എന്നിട്ടേ ബാക്കി എല്ലാവർക്കും കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി നല്ല സന്തോഷത്തില് ഹൽവയായിട്ട് ശ്യാമിന്റെ അടുത്തോട്ട് വരികയാണ്. ശ്യാമേട്ട ഇത് കഴിക്കുക. ശ്യാമേട്ടന് ഇഷ്ടപ്പെട്ടതാ, എനിക്ക് വേണ്ട. ശ്യാമേട്ട അങ്ങനെ പറയല്ലേ, ഒന്ന് ടേസ്റ്റ് ചെയ്തെങ്കിലും നോക്ക്. ഞാൻ അത്രയും സന്തോഷത്തോടു കൂടി ഉണ്ടാക്കിയതല്ലേ ശ്യാമേട്ട, ഒന്ന് ടേസ്റ്റ് ചെയ്യ. എന്നാലേ ഞാൻ വായിൽ വെച്ചു തരാം. അങ്ങനെ സ്പൂണ് എടുത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ദേഷ്യത്തോടു കൂടി ശ്യാം അങ്ങ് എഴുന്നേക്കുന്നുണ്ട്. അങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയാണ് കസാരയും ആ ഹൽവ കൊണ്ടുവന്ന പാത്രവും എല്ലാം. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് വേണ്ട എന്ന്. ഒരു സമയത്ത് എനിക്കത് ഇഷ്ടമായിരുന്നു, എനിക്കിപ്പൊ കഴിക്കാൻ തോന്നുന്നില്ല. വീണ്ടും വീണ്ടും നീ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് അഞ്ജലിയും എല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്നാ കലിപൂണ്ട് നമ്മുടെ അശ്വിൻ അങ്ങ് വരുന്നുണ്ട്. ശ്യാമിനെ കയറി അങ്ങ് പിടിക്കുന്നുണ്ട്. നീ എന്താടാ എന്റെ ചേച്ചിയോട് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് അടിക്കാനായിട്ട് ചെല്ലാണ്. കോളറിൽ കയറി പിടിക്കുമ്പോ എല്ലാവരും ചേർന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നാ അശ്വിനാകെ ദേഷ്യത്തിലായിരിക്കും. അഞ്ജലി ആണെങ്കില് ദേഷ്യത്തോടു കൂടി ഉറക്കെ പറയുന്നുണ്ട്, വിടാനാ പറഞ്ഞേ കുഞ്ഞാ വിട് എന്നും പറഞ്ഞ് അശ്വിൻ അങ്ങ് തട്ടി മാറ്റുന്നുണ്ട്. നീ എന്തിനാ ഇദ്ദേഹത്തിനെ തല്ലാൻ നിൽക്കുന്നേ? ശ്യാമേട്ടന്റെ അവസ്ഥയൊക്കെ നിനക്ക് അറിയുന്നതല്ലേ? ചേച്ചി അത് പിന്നെ ചേച്ചിയോട് ഇങ്ങനെ പെരുമാറിയപ്പോ എനിക്ക് പെട്ടെന്നങ്ങ് ദേഷ്യം വന്നിട്ടാ. നീ അങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താ? കുഞ്ഞാ നിന്റെ ഒരു വിചാരം ഉണ്ടായിരിക്കും ശ്യാമേട്ടൻ ഇവിടെ ജോലിക്കൊന്നും പോവാതെ ചുമ്മാ ഇരിക്കുകയാണെന്ന്. ശ്യാമേട്ടനോട് നമ്മൾ പറഞ്ഞതല്ലേ കമ്പനി നോക്കി നടത്താനും ഒരു കമ്പനി ശ്യാമേട്ടന് കൊടുക്ക എന്ന് വരെ നമ്മൾ പറഞ്ഞില്ലേ? അതൊന്നും വേണ്ട എന്നല്ലേ ശ്യാമേട്ടൻ പറഞ്ഞ്. എന്നിട്ടും ജോലിക്ക് പോയിരുന്നു. ഇപ്പോ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം കാരണ ജോലിക്കൊന്നും പോവാതെ ഇവിടെ ഇരിക്കുന്നേ. അതുകൊണ്ടായിരിക്കും നീ ശ്യാമേട്ടനെ തല്ലാൻ വന്നത് അല്ലേ കുഞ്ഞാ? ചേച്ചി ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലാ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശ്യാമേട്ടന്റെ കൂടെ ഞാനുണ്ടാവും. ഞാൻ എന്നും ശ്യാമേട്ടനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാ സംസാരിക്കൂ എന്നൊക്കെ അഞ്ജലി പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ കിട്ടിയിട്ടും ഇയാൾ എന്താ നന്നാവാത്തെ? എന്നാ പഴയ കാര്യങ്ങളൊക്കെ അഞ്ജലിമയുടെ അറിഞ്ഞ എങ്ങനെയാ സഹിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും. കുഞ്ഞ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞാനും ശ്യാമേട്ടനും ഇനി ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ ശ്യാമേട്ടനോട് മാപ്പ് പറയണം. എന്നാ മാത്രമേ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കൂ എന്ന് അഞ്ജലി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ശ്രുതി പറയാണ്, അഞ്ജലി ചേച്ചി ഒരിക്കലും മാപ്പ് പറയാൻ പറ്റില്ല. അത്ര വലിയ തെറ്റൊന്നും അശ്വിൻ ചെയ്തിട്ടില്ല. എന്തിനാ പിന്നെ മാപ്പ് പറയുന്നേ? ആദ്യം മാപ്പ് പറയേണ്ടതേ ശ്യാം തന്നെയാ. ശ്യാമല്ലേ ചേച്ചിയുടെ നേരെ ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കി സംസാരിച്ചേ? അതൊട്ടും ശരിയായില്ല. ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ അശ്വിൻ അങ്ങനെ പെരുമാറിയത്. അതിലെന്താ തെറ്റ് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി നീ എന്തൊക്കെ പറഞ്ഞാലും ശ്യാമേട്ടനോട് അശ്വിൻ മാപ്പ് പറയണം. അങ്ങനെ സങ്കടത്തോടു കൂടി ചേച്ചി നിൽക്കുന്ന കാണുമ്പോ അനിയനത് സഹിക്കാൻ പറ്റുന്നില്ല. അശ്വിനാണെങ്കിൽ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഡോക്ടർ ചേച്ചിയെ ഒരുപാട് സങ്കടപ്പെടുത്തരുതെന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ മാപ്പ് പറയാം, അതാ നല്ലത്. അങ്ങനെ അശ്വിൻ എല്ലാവരോടായി പറയുന്നുണ്ട്, ശരി ഇനി ചേച്ചിക്ക് ഞാൻ മാപ്പ് പറയത്തേല് ഒരു സങ്കടവും വേണ്ട, ഞാൻ മാപ്പ് പറഞ്ഞോളാം എന്ന്. ഇത് കേൾക്കുന്ന ശ്രുതിക്കങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്നാ ശ്യാമിന് സന്തോഷാവുന്നുണ്ട്. അശ്വിൻ മാപ്പ് പറയാന്ന് പറഞ്ഞ ഇതിലും വലിയ സന്തോഷം ശ്യാമിനെന്താ? എന്നാ മുത്തശ്ശി അപ്പ തന്നെ പറയുന്നുണ്ട്, വേണ്ട അശ്വിൻ മാപ്പ് പറയണ്ട. അഞ്ജലി മോളെ ശ്യാം ചെയ്തതും തെറ്റ് തന്നെയല്ലേ? ശ്യാം ഒരിക്കലും നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. അത് കണ്ട് ഞങ്ങൾ വരെ ആകെ അസ്വസ്ഥരായി. അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു പ്രശ്നവും വേണ്ട. പരസ്പരം ആരും മാപ്പൊന്നും പറയണ്ട, മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയൊന്നും പെരുമാറരുത് എന്ന് ശ്യാമിന്റെ അടുത്ത് പറയുന്നു.
എന്നാ ശ്യാമിന് മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്, ഇങ്ങനെ പോയല്ലേ ശരിയാവില്ല, ഒന്ന് അഴഞ്ഞു കൊടുക്കുന്നത് തന്നെയാ നല്ലതെന്നും പറഞ്ഞ് ശ്യാം വേഗം അഞ്ജലിയോട് പറയുന്നുണ്ട്. അഞ്ജലി, അപ്പോഴത്തെ ദേഷ്യത്തില് ഞാൻ പറഞ്ഞു പോയതാ, നീ എന്നോട് ക്ഷമിക്ക്. എന്താ ശ്യാമേട്ടാ, ശ്യാമേട്ടൻ എന്തിനാ എന്നോട് മാപ്പ് പറയുന്നേ? അതൊന്നും വേണ്ട. എന്നാ ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി ഞാന് അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ, ചേച്ചിക്ക് എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും വേണ്ട. ശ്രുതി, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, കാരണം നിന്റെ അഭിപ്രായമാണ് നീ പറഞ്ഞത്. അങ്ങനെ ശ്രുതി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. കൂടെ അശ്വിനും പോകുന്നു. അഞ്ജലിയും പ്രീതിയും മുത്തശ്ശിയും എല്ലാവരും അവിടെ നിന്ന് പോവാണ്. പിന്നീടായിട്ട് അശ്വൻ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ശ്രുതി അപ്പൊ തന്നെ പറയുന്നുണ്ട്, എന്റെ അടുത്ത് നന്ദി പറയാനായിരിക്കും അല്ലേ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തേനെ. അതൊന്നും വേണ്ട, ഞാൻ നന്ദിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആരതിന് നിന്നോട് നന്ദി പറയാൻ വന്നേ? നീ വല്ലാതെ അങ്ങ് അഭിനയിക്കണ്ട എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്. എനിക്കറിയാം നിന്റെ തനി സ്വഭാവം എന്താണെന്ന്. ഞാനതിനെന്ത് പറഞ്ഞെന്നാ? ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതേ നിങ്ങൾ പറഞ്ഞോലോ, ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് പ്രതികരിച്ചതാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്തേ. അത്ര വലിയ അഭിനയം വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഓവറായിട്ട് നീ അഭിനയിക്കണ്ട, ആവശ്യത്തിന് അഭിനയിച്ചാ മതിയെന്ന് അശ്വൻ ശ്രുതിയുടെ അടുത്ത് പറയാണ്. എന്നാ ശരി, ഞാൻ ചോദിച്ചേല് എന്താ തെറ്റേന്നേ ഞാൻ മുത്തശ്ശിയോടൊന്ന് ചോദിക്കട്ടെ. മുത്തശ്ശി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. വേണ്ട വേണ്ട. അങ്ങനെ അശ്വൻ ശ്രുതിയുടെ വായങ്ങ് പൊത്തുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് മനോരമയെയും ശ്യാമിനെയും ആയിരിക്കും. കണ്ടോ, നീ വിചാരിച്ച പോലെയൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നേ. നീ ഇനി ഇങ്ങനെ നോക്കി നിൽക്കാനേ പറ്റൂ. നിനക്കെതിരെ ഇപ്പോ അശ്വിനും ശ്രുതിയും കൂടെ തിരിഞ്ഞിരിക്കുന്നേ. നീ അഞ്ജലിയോട് ഇങ്ങനെ പെരുമാറിയപ്പോ അവനെങ്ങനെയാ നിന്റെ അടുത്ത് പ്രതികരിച്ചേന്ന് നീ കണ്ടതല്ലേ. അപ്പൊ നിന്റെ എല്ലാ കാര്യവും അശ്വിൻ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താവുമെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതൊരിക്കലും നടക്കരുത്. അതിനു മുൻപേ ഈ പ്രീതിയെയും ശ്രുതിയെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. എന്നാലേ എല്ലാ കാര്യവും ഞാൻ വിചാരിച്ച പോലെ നടക്കൂ എന്നൊക്കെ ശ്യാം ഇങ്ങനെ മനോരമയോട് പറയാണ്. അങ്ങനെ ആകാശും പ്രീതിയും കൂടെ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് പ്രസാദമൊക്കെ വാങ്ങി തിരികെ നടന്നു വരുമ്പോ രണ്ട് സ്ത്രീകൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കും. ഒരാള് പറയുന്നുണ്ട്, നീ നല്ല ആലോചിച്ച് ചെയ്താൽ മതി, ഇതൊന്നും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമല്ല. അതെനിക്ക് ചെയ്തേ പറ്റൂ. ഈ താലി ഊരി ഈ അമ്പലത്തിലെ നേർച്ചപ്പെട്ടിയിലിടണം. എന്നാലേ എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം നശിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ടാ ഞാൻ ഈ തീരുമാനം എടുത്തേ. അങ്ങനെ കഴുത്തിൽ നിന്ന് താലി ഊരാൻ നേരത്ത് ഇത് കാണുന്ന പ്രീതിയും ആകാശും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആകാശാണെങ്കിൽ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, പ്രീതി വേണ്ട എന്ന് ആകാശിന്റെ അടുത്ത് പറയുന്നു. എനിക്കറിയാം നീ എന്തെന്നോട് വേണ്ടാന്ന് പറയുന്നേന്ന്. നിന്റെ മനസ്സിലും ഈ ചിന്ത തന്നെയല്ലേ, അതുകൊണ്ടല്ലേ നീ അത് പറയുന്നേ. നിങ്ങൾ എന്താ ചേച്ചി കാണിക്കുന്നേ? ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പാടോ? ഇപ്പൊ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിലേ എന്റെ ഭർത്താവിന്റെ ജീവന് തന്നെ ആപത്താ. അതുകൊണ്ടാ ഞാനിത് ചെയ്യുന്നേ. ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഈ താലി ഊരി ഇതിലിട്ടു. അപ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ കൊല്ലുന്നതിന് സമമല്ലേ? നിങ്ങൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ ആകാശ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഇത് എന്റെ ഇഷ്ടാണെന്നും പറഞ്ഞ് താലി ഊരി നേരെ അതിലങ്ങ് ഇടുന്നുണ്ട്. ഷോ, നിങ്ങളെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് ആകാശ് പ്രീതിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് പ്രീതിയോട് പറയുന്നുണ്ട്, നീയും ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. എനിക്കെന്തെങ്കിലും സംഭവിക്കുന്ന കരുതിയിട്ട് നീ നിന്റെ താലി ഊരി ഇതേപോലെ ചെയ്യോ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്ത് നൂരിയാല് അന്ന് ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല എന്നൊക്കെ ആകാശ് പ്രീതിയോട് പറയുന്നു. ഇത് കണ്ട് ആ രണ്ട് സ്ത്രീകള് നേരെ വിളിക്കുന്നത് മനോരമയ്ക്കായിരിക്കും. മാഡം, മാഡം പറഞ്ഞ പോലെ തന്നെ തകർത്തഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ഉണ്ടായേ? കൂടെയുള്ള പയ്യൻ എന്നോട് വന്ന് ദേഷ്യപ്പെട്ടു. ഓ, അവനപ്പ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തോ? ആ മാഡം, ഇപ്പൊ അവര് മാറി നിന്ന് സംസാരിക്കുക. എന്നാ നിങ്ങൾ അവിടെ നിൽക്കണ്ട, വേഗം അവിടെ നിന്ന് പൊക്കോ എന്നും പറഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. എല്ലാം മനോരമയുടെ ഒരു തന്ത്രമായിരിക്കും. പ്രീതിയെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും ആകാശിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പറിച്ചു മാറ്റാനാണ് മനോരമ ശ്രമിക്കുന്നത്. നാളെ നല്ല അടിപൊളി റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. ടാറ്റാ.